ദിനേശൻ ചെറിയച്ചൻ എന്നെ സഞ്ജുവിനെ കണ്ട ഉറപ്പായി അമ്മൂനോട് പറയും. അമ്മൂനെ രഹസ്യമാക്കി വെച്ച് അവളുടെ നാട്ടിൽ വന്നത് അവൾക്ക് വേദന ഉണ്ടാക്കും. അമ്മൂന്റെ ഭർത്താവിനെ തേടിയാ ഞാൻ വന്നതെന്ന് അമ്മൂന് മനസ്സിലാവുകയും ചെയ്യും. ചന്ദ്രൻപിള്ളയ്ക്ക് ആൽബമിൽ വരാൻ കണ്ട സമയം. സഞ്ജു, ക്ഷേത്രത്തിൽ ദിനേശൻ ചരിച്ച് വന്നിട്ടുണ്ട്. നിന്നെ അയാൾ കണ്ടോ? ഇല്ല. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് പോണം. ദിനേശൻ ചെറിയച്ചൻ നമ്മളെ കാണാൻ പാടില്ല. സഞ്ജു, കാറ് കേറ്. കേറ്. അവർ കാറിൽ കയറിയല്ലോ ചന്ദ്രൻപിള്ളേ. പോകാനാണോ? ഒന്ന് വേഗം ചെല്ല്. അവരെന്നെ കണ്ടില്ലെന്നാ തോന്നുന്നത്. വണ്ടി വിട്ടു കളഞ്ഞല്ലോ. സഞ്ജു കാർ നിർത്ത്. ആൽബം കൊണ്ടുവന്നിട്ടുണ്ട്. സഞ്ജു, ഇനിയിപ്പോ ഇതെന്ത് ചെയ്യും? ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നു. കുറെ കാലം ദിശാബോധം ഇല്ലാതെ ജീവിച്ചത്. ഇപ്പൊ മനസ്സിലൊരു വെളിച്ചം വീണതുപോലെ തോന്നുന്നു. എന്താ ശരിക്കുള്ള പ്രയാസം? നിങ്ങൾ അർഹിക്കുന്നതാണെങ്കിൽ ദേവി അതിനൊരു പരിഹാരം കണ്ടെത്തി തരും. കുഞ്ഞുങ്ങളില്ല തിരുമേനി. ചെയ്യാനിനി ട്രീറ്റ്മെന്റുകൾ ഒന്നും തന്നെയില്ല. ഇവിടെ തൊട്ടിൽ കെട്ടി പ്രാർത്ഥിച്ചാൽ ഫലമുണ്ടാവുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ വിശ്വാസം മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹം സഫലമാകും. തിരുമേനി, ഇന്ന് വഴിപാട് നടത്താൻ കഴിയോ? വഴിപാട് എപ്പോൾ നടത്താനും തടസ്സമില്ല. പക്ഷേ കൃത്യമായ ജീവിതനിഷ്ഠയോടെ ചെയ്യുന്നതാവും നല്ലത്. ഞാൻ പറയുന്നത് പോലെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? കഴിയും തിരുമേനി. ഒരു മണ്ഡലകാല വ്രതം നോക്കണം. സസ്യാഹാരം മാത്രമേ പാടുള്ളൂ. ദേവീ പൂജ എന്നും ഉണ്ടാവണം. പിന്നെ ഭാര്യയെ ദേവിയായി എന്നും സങ്കല്പിക്കണം. മനസ്സിൽ ക്രോധമോ വിദ്വേഷമോ പാടില്ല. ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഉണ്ടാവണം. 41 ദിവസം കഴിയുമ്പോൾ ഭാര്യയ്ക്കൊപ്പം ഇവിടെ വരണം. രണ്ടുപേരും ഒന്നിച്ച് തൊട്ടിൽ കെട്ടി പ്രാർത്ഥിക്കണം. ഫലം നിശ്ചയമായി ഉണ്ടാവും. ഞങ്ങൾ ചെയ്യാൻ തിരുമേനി. പെരുവണ്ണാപുരത്ത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഒരു കുഞ്ഞു പിറന്നാൽ ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആ കുട്ടി കുടുംബത്തിന് പ്രകാശമാകും. എന്നെ ഇങ്ങോട്ട് അയച്ചത് ലച്ചുവാ. അവൾ ഈ നാട്ടുകാരിയാ. എന്റെ വീട്ടിലാ അവളുള്ളത്. ലച്ചുവിന്റെ ബന്ധുവാണോ? അത് നേരത്തെ പറയണ്ടേ? അവൾ ഈ നാടിന്റെ തന്നെ ഐശ്വര്യമായിരുന്നു. ആ ഐശ്വര്യമാണ് നിങ്ങൾക്കിപ്പോ സ്വന്തമായിരിക്കുന്നത്. ലച്ചു നിങ്ങൾക്കിപ്പോ ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം സാധിക്കാൻ എന്ത് തടസ്സമാവുള്ളത്? ശ്രീകുട്ടിയും സഞ്ജു എവിടെ പോയതാണെന്ന് നിന്നോട് പറഞ്ഞായിരുന്നു. പോകുന്നത് എവിടെയാണെന്ന് അവൾ എന്നോട് പറഞ്ഞില്ല. അവര് തിരിച്ചു വന്നു എന്നാ തോന്നുന്നേ. അല്ല, കവിതേ. സഞ്ജു ഓഫീസിലുണ്ടോ? അവനിന്ന് ഓഫീസിൽ വന്നില്ല. കുറച്ച് ക്ലയൻസ് അവനെ കാണാൻ വന്നിരുന്നു. തിരിച്ച് കോൾ അറ്റൻഡ് ചെയ്തിട്ടുമില്ല. സഞ്ജു ശ്രീകുട്ടിയും ഏതോ കാര്യത്തിനു വേണ്ടി പോയിരിക്കുക. അവരെ കാണാത്തതിലുള്ള ടെൻഷനാ അച്ഛനും അമ്മയ്ക്കും. അവരെ ഒന്ന് വിളിച്ചു നോക്കിയ പോരെ? വിളിച്ചില്ലെന്നാണോ നീ പറയുന്നേ? രണ്ടുപേരുടെ ഫോണും പരിധിക്ക് പുറത്താ. ഒരാള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന് പറയാം, മറ്റേ ആൾ അങ്ങനെ ചെയ്യൂ.
എവിടാ പോയെന്ന് ഒരു വിവരവും ഇല്ല. സഞ്ജുവിനെ പലതവണ വിളിച്ചിട്ട് ഔട്ട് ഓഫ് റേഞ്ച് ആണെന്ന് പറയുന്ന കാര്യം രാജീവേട്ടനും പറയുന്നുണ്ടായിരുന്നു. സമയം ഒട്ടും നല്ലതല്ലെന്ന് ശാസ്ത്രികൾ പറഞ്ഞത് എല്ലാവരും കേട്ടതല്ലേ? പ്രാണഭേദിയാണെന്ന് ആ ശാസ്ത്രികൾ പറഞ്ഞിട്ടുള്ളത്. ഓ, അതാണല്ലേ അച്ഛന്റെ അമ്മയുടെയും ടെൻഷന് കാരണം. അയാള് ബലിയുടെ ചടങ്ങിന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ പ്രാണഭീതി എങ്ങനെ ഉണ്ടാവാന്? ബാക്കിയുള്ളവർക്ക് മനസമാധാനമെങ്കിലും കിട്ടിയേനെ. ദേ, ഇനി ഒരു പൂജയും ഹോമവും പ്രതീക്ഷിക്കാന്നാ ഞാൻ കരുതിയത്. അത് കഴിയുമ്പോഴേ എല്ലാം ശുഭകരമായെന്ന് അയാൾ അങ്ങ് തട്ടിവിടും. ആ, ഇതൊക്കെ കാശ് തട്ടാനുള്ള അടവുകളല്ലേ അയാളുടെ? എനിക്ക് കാളസർപ്പ യോഗമാണത്രേ. ആ സമയത്ത് ഞാനല്ല നീയാ ശബ്ദിച്ചതെങ്കിൽ കാളസർപ്പ യോഗത്തിന്റെ നറുക്ക് നിനക്ക് വീണേനെ. വല്യേച്ച മിണ്ടാതെ കൈകൂപ്പി നിന്നെങ്കിലേ ഇങ്ങനൊരു വെളിപാടൊന്നും ഉണ്ടാവില്ലായിരുന്നു. പ്രഭേട്ടൻ അമേരിക്ക പോയ വിവരം അയാൾ അറിഞ്ഞു കാണും. ഈ കുടുംബത്തിന്റെ ആസ്ഥാന ജോത്സ്യനല്ലേ? നിർത്ത്. ശാസ്ത്രികളെ കുറിച്ച് ഇനിയൊരു സംസാരം ഉണ്ടാവരുത്. പണത്തിന് വേണ്ടി എന്തും വിളിച്ചു പറയുന്നവരുണ്ടാവും. ശങ്കരശാസ്ത്രികൾ അങ്ങനെ ഒരാളല്ല. മുകുന്ദന് സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് മുൻകൂട്ടി പറഞ്ഞതാ ശാസ്ത്രികൾ. കാഞ്ചനയ്ക്കതറിയില്ലെങ്കിലും കവിത മറന്നു പോകരുത്. അയാള് തന്നെ അല്ലേ അച്ഛാ സഞ്ജുന്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറഞ്ഞതൊക്കെ? അതിനുള്ള മറുപടി കൂടി അച്ഛൻ പറ. ആ, അതിന് ഇവിടെയുള്ളവരെ കണ്ടെത്തിയ ന്യായീകരണം നീ അറിഞ്ഞതല്ലേ കവിതേ? എന്റെ മോളത് സമ്മതിച്ചിട്ടില്ല. ശ്രീകുട്ടി ഒരു കാര്യം ചെയ്ത തെറ്റായാലും ശരിയായാലും അവളത് സമ്മതിക്കും. സമാധാനമായി, കുട്ടികളെത്തി. അയ്യോ എന്റെ അമ്മേ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നത്? അവർക്ക് വീടിനുള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ദേവി മഹാമായി, അമ്മേ മഹാമായി, അറിവില്ല പൈതങ്ങളെ കാത്തുകൊള്ളണേ. എന്താ ദിനേശന് ഇതെന്താ പറ്റിയേ? ദേവി, ദിനേശേട്ടാ, പെരുവണ്ണാപുരത്ത് അമ്മയുടെ ദർശനം കഴിഞ്ഞാ ഞാൻ വരുന്നത്. അമ്മയുടെ പ്രസാദമാ. അമ്മോ വാ. അമ്മേ ദേവി, അമ്മയെ ദർശിച്ചു. നിന്നെ ഇങ്ങോട്ട് അയച്ചത് ലച്ചു അല്ലേന്ന് പെരുവണ്ണാപുരത്ത് അമ്മയിൽ നിന്നൊരു അരുളപ്പാടുണ്ടായതായി എനിക്ക് തോന്നി. തനി വട്ട്. കാവേരിയും കൂട്ടി ഇനി പെരുവണ്ണാപുരത്ത് അമ്മയെ ദർശിക്കാൻ പോണം. 41 ദിവസത്തെ വ്രതം കഴിയണം. ദിനേശൻ കൈവിട്ട് പോയി കാവേരി. ഇവള് ദിനേശനെ സന്യാസിയാക്കി കളഞ്ഞു. കാവി ധരിച്ചാൽ സന്യാസിയാവുന്ന കവിതയോട് ആരാ പറഞ്ഞത്?
ഭക്തി മനഃശുദ്ധിക്കുള്ളതാണ്. അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ പ്രലോഭനമില്ലാതെ ചെയ്യാൻ ഭക്തിക്കേ കഴിയൂ. എന്തിനാ ദിനേശ ഈ ഉടായിപ്പൊക്കെ? നീ ഇനി എന്തൊക്കെ വേഷം കെട്ടിയാലും നിന്നെ എല്ലാവർക്കും അറിയാം. നീ നന്നായാലേ കാക്ക മലർന്നു പറക്കും. ദേവി, ഒരു തർക്കത്തിനും ഞാനില്ല. ഓ ആയിക്കോട്ടെ. അറിവില്ലാ പൈതങ്ങളെ കാത്തോളണേ. ദിനേശന് കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട്. ഡേ, നീ വല്ല കൈവശം കൊടുത്തവന്? ഒരാൾക്ക് നന്നാവണമെന്ന് തോന്നിയ അതിന്റെ പഴിയും അമ്മൂന്. അതൊരു നല്ല കാര്യമെന്നല്ല പറയേണ്ടത്. കഷ്ടം. അച്ഛനെ ഈ വേഷം കെട്ടലൊക്കെ കണ്ട് വിശ്വസിച്ചല്ലോ. വാൽമീകി മഹർഷിയുടെ കഥ നിങ്ങൾക്കറിയില്ലേ? അദ്ദേഹം ആദ്യം ആരായിരുന്നു, പിന്നീട് അദ്ദേഹം ആരായി. അത്രത്തോളം ഇല്ലെങ്കിലും ഒരു മനുഷ്യന് നന്നാകണമെന്ന് തോന്നിയാൽ നന്നാവും. ദിനേശിനെ അവന്റെ വഴിക്ക് വിട്ടേക്ക്. വാ. നിന്നെ ഇങ്ങോട്ട് അയച്ചത് ലച്ചുവല്ലേന്ന് പെരുവണ്ണാപുരത്ത് അമ്മയിൽ നിന്നൊരു അരുളപ്പാടുണ്ടായതായി എനിക്ക് തോന്നി. കാവേരിയും കൂട്ടി ഇനി പെരുവണ്ണാപുരത്ത് അമ്മയെ ദർശിക്കാൻ പോണം. 41 ദിവസത്തെ വ്രതം കഴിയണം. ഭക്തി മനഃശുദ്ധിക്കുള്ളതാണ്. അവനവൻ ചെയ്യേണ്ട കർമ്മങ്ങൾ പ്രലോഭനമില്ലാതെ ചെയ്യാൻ ഭക്തിക്കേ കഴിയൂ. ഒരു നമ്പറാണല്ലോ, എടുക്കണോ? എന്റെ ഫോണിലേക്ക് വിളിക്കാൻ ആരാ ഉള്ളത്? നേരത്തെ ഈ നമ്പറിൽ നിന്നൊരു കോള് വന്നിരുന്നു. ഹലോ. ഹലോ, ലച്ചുമോളല്ലേ? അതെ, ആരാ? മോളെ, ഞാൻ നാട്ടിൽ നിന്ന് ചന്ദ്രപിള്ളയാ. എന്താ ചന്ദ്രമാമേ? മോളെ, എത്ര സമയമായി ഞാൻ നിന്നെ വിളിക്കുന്നു. മോളോടൊരു കാര്യം പറയാനാ ഞാൻ വിളിച്ചത്. അർജുന്റെ ഭാര്യ ശ്രീജയുടെ കയ്യിൽ നിന്ന് ഞാൻ മോളുടെ ഫോൺ നമ്പർ വാങ്ങിയത്. അതിന് എന്താ കാര്യം ചന്ദ്രമാമൻ പറഞ്ഞില്ല. മോളെ, ഇന്ന് നിങ്ങളുടെ വിവാഹ ആൽബം വാങ്ങാൻ സഞ്ജു സ്റ്റുഡിയോയിൽ വന്നിരുന്നു. അവൻ പറഞ്ഞില്ലേ? അദ്ദേഹം ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഞാൻ സഞ്ജുവിനെ കണ്ടിരുന്നു. സ്റ്റുഡിയോയിൽ നിന്ന് വിവാഹ ഫോട്ടോ നഷ്ടപ്പെട്ടു അത്രേ. മോളെ, ഞാൻ നിങ്ങളുടെ ആൽബം വാങ്ങി വീട്ടിൽ വെച്ചിരുന്നു. ഹലോ മോളെ, കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഞാൻ വീട്ടിൽ പോയി ആൽബം എടുത്ത് ക്ഷേത്രത്തിൽ വന്നപ്പോഴേക്കും സഞ്ജു പോയി. അവന്റെ കൂടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. അങ്ങനെ നിന്നപ്പോഴാ മാർക്കറ്റിൽ പോയി വന്ന ശ്രീജയെ കണ്ടത്. ആൽബം എത്തിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് വാങ്ങാൻ നോക്കി, പക്ഷെ ഞാൻ കൊടുത്തില്ല. അന്ന് വേണ്ടാത്തത് ഇന്ന് വാങ്ങേണ്ട കാര്യമില്ല. മാത്രമല്ല, നരേന്ദ്രൻ കണ്ട അതെടുത്ത് കത്തിച്ചു കളയാനും സാധ്യതയുണ്ട്. ചന്ദ്രമാമേ, അത് ആർക്കും കൊടുക്കണ്ട, ഞാൻ വന്ന് വാങ്ങിക്കോളാം. മോളൊന്നും ചെയ്യണ്ട. ശ്രീജ ആ അഡ്രസ് പറഞ്ഞു തന്നു. അപ്പൊ തന്നെ അവിടേക്ക് ഞാൻ കൊറിയർ ചെയ്തിട്ടുണ്ട്. കൊറിയർ അയച്ചെന്നോ? ആ, നാളെ തന്നെ ആൽബം അവിടെ എത്തും. ലച്ചുമോളുടെ ഫോൺ നമ്പർ ഞാൻ പുറത്തു വച്ചിട്ടുണ്ട്. ആ നമ്പർ നോക്കി അവര് വിളിച്ചോളും. ആ, പിന്നെ ശ്രീജ വേറൊരു ഫോൺ നമ്പറും തന്നു. അവിടെ ഉള്ളൊരു പെങ്കൊച്ചിൻ്റെതാ. അവളാ സഞ്ജുവിന്റെ കൂടെ വന്നത്. ആ ഫോൺ നമ്പർ ഞാൻ വച്ചിട്ടുണ്ട്. രണ്ടിൽ ഒരു നമ്പർ നാളെ അവര് വിളിക്കും. ഏത് കൊറിയറിലാ ചന്ദ്രമാമ അയച്ചത്? അത് ഞാനത് പത്രക്കാരൻ മണിയുടെ കയ്യിലാ കൊടുത്തയച്ചത്. കൊറിയർ ഏതാണെന്ന് അവനെ അറിയൂ. അത് ഏത് കൊറിയറാണെന്ന് അന്വേഷിച്ചൊന്ന് പറയണേ.
ആ, ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. അതിന്റെ കാര്യമൊന്നുമില്ല. നാളെ അവരുടെ ഓഫീസിൽ നിന്ന് അവര് മോളെ വിളിച്ചോളും. ആ, പിന്നെ കിട്ടിയാൽ എന്നെ അറിയിക്കണേ. സഞ്ജുവിനോട് പറഞ്ഞേക്ക്. ശരി ചന്ദ്രമാമേ. ദേവി, വിവാഹാൽബം ഈ വീട്ടിലേക്ക് വന്നോണ്ടിരിക്കാം. ചേച്ചിയുടെ ഫോൺ നമ്പർ വരെയുണ്ട്. മുത്തശ്ശ, സഞ്ജുവും ശ്രീകുട്ടിയും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ. നേരെ ഇത്രയായിട്ടും രണ്ടുപേരും ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. എവിടെയാ പോകുന്നേന്ന് ചേച്ചിനോട് പറഞ്ഞില്ല മുത്തശ്ശ. ആരോടെങ്കിലും അതൊന്ന് പറഞ്ഞിട്ട് പോകാനുള്ള മര്യാദ ശ്രീകുട്ടി കാണിക്കണ്ടേ? വീട്ടിലിരിക്കുന്നവരെ പറ്റി കുറച്ച് ബോധം വേണ്ടേ? എന്തെങ്കിലും വിവരം കിട്ടിയോ വസുമതി? വിഷമിക്കാൻ ഒന്നുമില്ല. സഞ്ജുവും ശ്രീകുട്ടിയും സിനിമയ്ക്ക് പോയെന്ന് കാഞ്ചന പറഞ്ഞു. രണ്ടുപേരും ഇവിടെ അടുത്തൊരു തിയേറ്ററിലുണ്ട്. സ്ഥലത്തെത്തിയെന്നറിഞ്ഞത് തന്നെ ഒരു ആശ്വാസം. ആ, ഇനി കുട്ടികളുടെ വരവും പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കുമൊന്നും വേണ്ട. വന്ന് കിടക്ക്. എന്താ അമ്മൂന്റെ മുഖത്തൊരു വിഷമം? ഒന്നുമില്ല മുത്തശ്ശ. അവരെ കാണാത്തതിന്റെ ഉത്കണ്ഠ നമ്മളെ പോലെ അവക്ക് മാത്രമേ ഉള്ളൂ. മുത്തശ്ശനും മുത്തശ്ശിയും പോയി കിടന്നോളൂ. അവര് വരുമ്പോ ഞാൻ വന്ന് പറയാം. ശരി മോളെ. വാ, വരണം. ഒന്നും അറിയാതെ അദ്ദേഹം ചേച്ചിക്കൊപ്പം പോയി സിനിമ കാണുന്നു. ഈ വീട്ടിലെ സന്തോഷമൊക്കെ അവസാനിക്കാൻ പോവാണോ? പേരിൽ ഒരാൾക്ക് പ്രാണൻ നഷ്ടപ്പെട്ടേക്കുമെന്ന ശാസ്ത്രികൾ പ്രവചിച്ചത്. കഴുത്തിലെ താലി അണിഞ്ഞവളെ ഉദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. ആ വിവാഹാൽബം ഇവിടെ എത്തുന്ന നിമിഷം എന്റെ പ്രാണൻ നഷ്ടാവും. ഞാൻ പിന്നെ ഉണ്ടാവില്ല. ഈ വീട്ടിൽ ഒരാൾ പോലും ജീവനോടെ എന്നെ കാണില്ല. ദേവി, മരിക്കേണ്ടവളെ ഞാനാണെങ്കിൽ എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. പക്ഷെ ആൽബത്തിലെ ഫോട്ടോ മറ്റാരും കാണാതെ എന്റെ ജീവൻ എടുത്തൂടെ? അത്രയെങ്കിലും കരുണ ദേവിക്ക് എന്നോട് കാണിച്ചൂടെ? വിവാഹ ആൽബം ആരും കാണാതിരുന്ന ചേച്ചിയുടെ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അതൊരിക്കലും ബാധിക്കില്ല. ഞാൻ ഈ സമയം മറ്റൊന്നും ദേവിയോട് യാചിക്കുന്നില്ല. ഈ വീട്ടിൽ ആരും ആ ആൽബം കാണാൻ ഇടവരുത്തല്ലേ. ദേവിയെ ഉപവസിക്കുന്ന നിരപരാധികളെ കാത്തുരക്ഷിക്കുന്നത് ദേവിയുടെ കടമയല്ലേ? എന്റെ പ്രാണത്യാഗം കൊണ്ട് ഇവിടെ ഉണ്ടാവാൻ പോകുന്ന പ്രശ്നങ്ങൾ തീരില്ലെന്ന് ദേവിക്ക് അറിയില്ലേ? ആ കൊറിയർ കമ്പനി ഏതാന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തോട് പറഞ്ഞ് അവിടെ പോയി അത് വാങ്ങായിരുന്നു. അതും അറിയില്ല. അദ്ദേഹത്തെ ഒന്ന് കാണാനും കഴിയുന്നില്ല. ഒന്ന് വിളിക്കാന്ന് വെച്ചാ എപ്പോഴും ചേച്ചി കൂടെയുണ്ട്. നാളെ അതിൽ വെച്ച് നമ്പരിന്ന് ചേച്ചിയെ വിളിച്ച